ഗ്യാപ്പിനുമിടയിലാണ് BJPക്ക് തിരുവനന്തപുരം മണ്ഡലം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള BJP MP എന്നത് ഒരു യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കുമ്മനം രാജശേഖരനും BJP ക്യാമ്പും. അടിക്കടി ജനപിന്തുണ നേടിക്കൊണ്ട് ഘട്ടങ്ങളായി നടത്തിയ പ്രചാര പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും LDFനും UDFനും ജനങ്ങളുടെ മുമ്പിൽ പുതിയതായിട്ടൊന്നും പറയാൻ അവർ ചെയ്തു പോയ അപരാധങ്ങളുടെ തെറ്റുകളുടെ മുമ്പിൽ തലകുലിക്കാനല്ലാതെ പുതിയ ഒരു നേട്ടം ഒന്നും അവകാശപ്പെടാനില്ലാതെ ആരെയെങ്കിലും തോൽപ്പിക്കണമെന്നല്ലാതെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവർക്കൊന്നും പറയാനില്ലാത്ത സാഹചര്യത്തിൽ അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും കാര്യമായ രീതിയിലുള്ള വോട്ട് കൂടും. അതിനുവേണ്ടിയുള്ള സ്ക്വാഡ് വർക്കുകളും കാര്യങ്ങളെല്ലാം വളരെ ആസൂത്രിതമായി സംഘടിതമായി നടക്കും. എല്ലാ വിഭാഗം ജനങ്ങളും പൂർണ്ണമായ മനസ്സ് തുറന്നുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയുണ്ട്. എല്ലാവരും അണിചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ നൽകുന്നത്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ CPMന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരെല്ലാം ഈ കഴിഞ്ഞ നാളുകൾ അത്രയും ജനങ്ങളോട് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ അതിൽ നിന്നുള്ള വ്യതിചലിക്കാൻ അതൊരു വഞ്ചനയും ഒരു ആത്മഹത്യാപരമായ നിലപാടുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നടന്നാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശവക്കുഴി തോണ്ടും. അതേസമയം അവരെന്ത് ചെയ്താലും എൻ്റെ വിജയത്തിന് യാതൊരു വിധത്തിലും ഫോട്ടോ ഉണ്ടാവില്ല. 5 വർഷം കൊണ്ട് 60 വർഷക്കാലം ചെയ്ത കൊടുംക്രൂരതകളും അവഗണനവും കോൺഗ്രസിന് തീർച്ചയായും ചുട്ട മറുപടിയായി. അതുകൊണ്ട് 5 വർഷക്കാലം അല്ലെ 60 മാസം കൊണ്ട് ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. പ്രകടമായ മാറ്റം പരിവർത്തനം നാട്ടിൽ കാണാൻ കഴിയും. താമര അടയാളത്തിൽ മനസാക്ഷിയുടെ അനുഗ്രഹം ഹൃദയവികാരം ഈ രണ്ട് മുന്നണികളുമാണ് ഈ നാടിന് യാതൊരു മേൽഗതി ഉണ്ടാകാതെ പോയത്. നമ്മുടെ വിമാനത്താവളം, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ റെയിൽ, ഹൈക്കോടതി ബെഞ്ച്, ഇതെല്ലാം അതിൻ്റെ എല്ലാ ഉത്തരവാദികളും അവർ തന്നെയാണ്. നമുക്കാർക്കും ഒരു ഇച്ഛാശക്തിയും ഇല്ലായിരുന്നു. നമ്മുടെ ഈ ഇവിടുത്തെ കുടിവെള്ളം, മാലിന്യ സംസ്കരണം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദികളും അവർ തന്നെയാണ്. ശബരിമല വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ BJPക്ക് മാത്രമേ അർഹതയുള്ളൂ. BJP അത് ചെയ്യും. പ്രക്ഷോഭം നടത്തിയത് BJPയാണ്. ജനങ്ങളെ സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ജയിലുകൾക്കുള്ളിലായി. ഇനിയും ആ കാര്യം നേടിയെടുക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. തീർച്ചയായിട്ടും എല്ലാ NSS ഉൾപ്പെടെ നിരവധി ആളുകൾ പിന്തുണയ്ക്കുന്നതാണ്. NSS ഉൾപ്പെടെ നിരവധി സംഘടനകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാർലമെന്റിലേക്കുള്ള അക്കൗണ്ട് ഇത്തവണ ഉറപ്പാണ്. 100%.